ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ MK റാമിന് നടപടിക്രമം പാലിക്കാതെ അറസ്റ്റ് ചെയ്തതിൽ ഡിവൈഎസ്പിക്കും എസ്പിക്കും ഹൈക്കോടതിയുടെ ശകാരം. പ്രതി പുറത്തു പോകട്ടെ എന്ന് കരുതി മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയില്ലെങ്കിൽ ഇടപെടുമെന്നും കോടതി വ്യക്തമാക്കി. ക്രൈംബ്രാഞ്ച് എസ്പിയും ഡിവൈഎസ്പിയും ഹൈക്കോടതിയിൽ ഹാജരായപ്പോഴാണ് ശകാരം. നടപടിക്രമങ്ങൾ പാലിക്കാതെ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാലിനെയും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി സുധീർ കല്ലനെയുമാണ് ഇന്ന് ഹൈക്കോടതി നേരിട്ട് വിളിച്ചു വരുത്തിയത്. ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥനായ സുധീർ കല്ലനോടായിരുന്നു കോടതിയുടെ ചോദ്യം. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നിങ്ങൾ എത്ര അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്? 10ഓളം അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ മറുപടി. അതിൽ 9ലും നിങ്ങൾക്ക് ഈ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ഇല്ല എന്നായിരുന്നു ഡിവൈഎസ്പിയുടെ മറുപടി. എന്തുകൊണ്ട് ഡോക്ടർ റാമിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ ചോദിച്ചു. ഈ പ്രതിയെ കോടതിയിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കുക മനഃപൂർവ്വമായ വീഴ്ചയല്ലേ നിങ്ങൾ വരുത്തിയത് എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. നിങ്ങൾക്ക് നിയമം അറിയാഞ്ഞിട്ടല്ല, നിങ്ങളുടെ മറ്റ് കേസുകളിൽ നിങ്ങൾ ആ നിയമം പാലിച്ചിട്ടുണ്ട്. ഈ കേസിൽ മാത്രം ആ നിയമ നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നത് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണോ എന്നതും കോടതി ആരാഞ്ഞു. അല്ല, തനിക്ക് വീഴ്ച സംഭവിച്ചതാണ് എന്നതായിരുന്നു ഉദ്യോഗസ്ഥന്റെ വിശദീകരണം. എന്നാൽ കോടതി ആ വിശദീകരണത്തിൽ തൃപ്തരായില്ല. കാരണം ഈ ഒരൊറ്റ കേസിൽ മാത്രം ഇതുപോലെ വീഴ്ച വരുത്തിയത് മനഃപൂർവ്വം പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നതാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ആഭ്യന്തര വകുപ്പിനോട് നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നും കോടതി ചോദിച്ചു. ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള നല്ല പദ്ധതികളുമായി ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ ആഭ്യന്തര വകുപ്പിനെ മോശമാക്കാൻ വേണ്ടിയുള്ള നീക്കമാണോ നിങ്ങൾ നടത്തിയത് എന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. നിങ്ങൾ നിയമം അറിയാത്തയാളാണോ? നിയമം അറിഞ്ഞുകൊണ്ട് അതിൽ വീഴ്ച വരുത്തുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. ഇവിടെ നീതിയും ന്യായവും അന്യം നിന്ന് പോയിട്ടില്ല. സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ, കുറ്റക്കാരെ രക്ഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചാൽ കോടതി കയ്യും കെട്ടിയിരിക്കില്ല. കാഴ്ചക്കാരുടെ റോളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ പറഞ്ഞത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തില്ല എങ്കിൽ, സർക്കാർ നടപടിക്ക് തയ്യാറായില്ല എങ്കിൽ കോടതി ആവശ്യമായ നടപടിയിലേക്ക് പോകും. ആ മുന്നറിയിപ്പും ഇന്ന് സർക്കാർ അഭിഭാഷകന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥർ ബോധപൂർവം വീഴ്ച വരുത്തി പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നതാണ് കോടതിയുടെ ഏറ്റവും വലിയ വിമർശനം. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.